സുധീഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോകത്ത് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. കാര്യം നമ്മൾ അമേരിക്കയെക്കുറിച്ചും ട്രംപിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നു, ബംഗ്ലാദേശിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിനിടയിലാണ് ഇപ്പോൾ വെനിസ്വേലയിൽ നിന്ന് അതിൻ്റെ പ്രസിഡൻറ്റിനെയും പ്രസിഡൻറ്റിൻ്റെ ഭാര്യയും ഒരു ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ഒരു വലിയ ഓപ്പറേഷനിലൂടെ അമേരിക്ക അവരുടെ നാട്ടിലേക്ക് കടത്തി. അതായത് അങ്ങനെ ഒരു സംഭവം ആരും പ്രതീക്ഷിച്ച പോലുമല്ല, വളരെ പെട്ടെന്നായിരുന്നു ഇത് നടന്നത്. വെനിസ്വേലയിൽ അറ്റാക്ക് നടക്കുമെന്നോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഉണ്ടാവുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ആരും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് തോന്നുന്നു. സർപ്രൈസ് എലമെൻ്റാണത്. അതായത് ഒരു കരയുദ്ധം ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ വന്ന് രാജാവിനെ തന്നെ ചെസ് ബോർഡിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുക എന്ന പരിപാടിയാണ് അമേരിക്ക കാണിച്ചത്. ചെയ്തത് ഡെൽറ്റ ഫോഴ്സും നേവി സീലും കൂടെയാണ്. അവർ വന്നിറങ്ങുന്നതിന് മാസങ്ങൾ മുന്നേ തന്നെ മഡ്യൂറോയുടെ ഫുൾ ഡീറ്റെയിൽസും എന്താ പറയുക ദിനചര്യ ഉൾപ്പെടെയുള്ള ഏത് സമയത്ത് ടോയ്ലറ്റിൽ പോവും എന്നുള്ളത് ഉൾപ്പെടെ അവർ എന്താ പറയുക ആ ടൈം ടേബിൾ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള സർവെയിലൻസ് അമേരിക്ക എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആദ്യം വരുന്നത് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് സംവിധാനങ്ങൾ ജാം ചെയ്യുക, ജാമർ. തൊട്ട് പുറകെ കറണ്ട് പല സ്ഥലത്തും കട്ട് ചെയ്തു. അറിയാലോ, റിമോട്ടായിട്ട് തന്നെ കട്ട് ചെയ്തതാണ്, അത് ഹാക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതാണ്. തൊട്ട് പുറകെയാണ് M60 ബ്ലാക്ക് ഹോക്ക് 8 ഹെലികോപ്റ്ററിൽ 200ഓളം പട്ടാളക്കാർ വന്ന് ഇറങ്ങുന്നത്. അവരിറങ്ങുന്നു, ഇറങ്ങി അവരൊരു പെരിമീറ്റർ തീർക്കുന്നു. ആ പെരിമീറ്ററിൻ്റെ അകത്തുനിന്ന് 20ഓളം പേര് പോയി മഡ്യൂറോയെയും ഭാര്യയെയും പിടിച്ചുകൊണ്ട് വരുന്നു. കൊടുത്തി സെസിലിയയുടെ ഇടത്തെ കണ്ണും ഇടിച്ച് കലക്കിയവന്മാർ. അത് വേറെ കഥ. ആരുടെ? പ്രസിഡന്റിന്റെ മറ്റേ മഡ്യൂറോയുടെ ഭാര്യയുടെ സെസില, അവരുടെ പേര് സെസിലിയ എന്ന് പറഞ്ഞാൽ, അവരുടെ ഇടത്തെ കണ്ണ് ഇടിച്ച് കലക്കി. ആ ഫോട്ടോ കണ്ടില്ലേ? അവരുടെ ഈ ഇടത്തെ കണ്ണൊരു ബൾബ് പോലെ ചുവന്ന് ഇതായിട്ടിരിപ്പുണ്ട്. അതായത് സ്ത്രീകളോട് ഒരു ഇതൊന്നും കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമുള്ള ടീമല്ല പോയത്. ചെല്ലുന്നു, പെറുക്കി എടുത്തുകൊണ്ട് പോരുന്നു, വന്ന് വണ്ടിയിലിട്ടു, തിരിച്ചിങ്ങ് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവർ വല്ല എതിർപ്പ് എങ്ങനെ കാണിച്ചു കാണും, ഒന്ന് കൊടുത്തും കാണും, തീർന്നു. എന്താണെങ്കിലും അവർ അവരെ ഞാൻ കണ്ട ഒരു ഫോട്ടോ, അത് കഴിഞ്ഞിട്ട് അമേരിക്ക ചെന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ കണ്ടതിൻ്റെ അകത്ത് ഇടത്തെ കണ്ണ് ഇടിച്ച് കലക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്ന അതേ സെറ്റപ്പാണ്. എന്താണെങ്കിലും ശരി, ഈ ഒരു ലൈനിൽ ആണ് ഓപ്പറേഷൻ നടന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള പെരിമീറ്റർ പ്രസിഡന്റിന് വേണ്ടി തീർത്ത ക്യൂബൻ സ്പെഷ്യൽ ഫോഴ്സസ് ആയിരുന്നു. അവർ 32 പേരോളം കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നു. വെനിസ്വേലൻസ് കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നു. വെനസ്വേലൻ പട്ടാളക്കാരൻ്റെ തന്നെ ഒരു അഭിമുഖം വായിച്ചതിൻ്റെ അനുസരിച്ച് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം വന്നത് ഡെൽറ്റ ഫോഴ്സും നേവി സീൽസുമാണ്. അപ്പോൾ ദേ ആർ ഹൈലി സ്പെഷ്യലൈസ്ഡ് പ്രിസിഷൻ ടാർഗറ്റിംഗ് വെപ്പൺസ്. അപ്പോൾ ആ ഒരു പ്രിസിഷൻ അവിടെ ഓപ്പറേഷൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് അവർക്കൊരു, അതായത് ഓരോരുത്തരും ഏത് ഏരിയ നോക്കിയിട്ട് വേണം ടാർഗറ്റ് ചെയ്യാൻ എന്നുള്ളത് പോലും അലൊക്കേറ്റ് ചെയ്തിട്ടാണ് അവർ വന്നതും. അതിന് മാത്രം പ്ലാനിങ്ങും അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. വളരെ പ്രിസൈസ് ആൻഡ് കൺസൈസ് ആയിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ളൊരു എക്സസൈസ് ആയിരുന്നു പുറത്തു വന്നത്. ഈ ഇപ്പോൾ വന്ന നേരത്തെ പറഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഏതോ ഒരു സ്പെഷ്യൽ വെപ്പൺ അവർ ഉപയോഗിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ്. അത് ഇവർ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സൗണ്ട് ക്യാനൺ, അതായത് ശബ്ദത്തിനെ വളരെയധികം ആംപ്ലിഫൈ ചെയ്തിട്ട് മനുഷ്യൻ സഹിക്കാൻ പറ്റുന്ന ശബ്ദത്തിനൊരു ലിമിറ്റുണ്ട്. അതിനും മേലെയുള്ള ഒരു തീവ്രതയിൽ ശബ്ദം പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ കേട്ട് നിൽക്കുന്നതിൻ്റെ തല ചെടിച്ചു പോകുന്നു മാത്രമല്ല ഡിസോറിയൻറ്റഡ് ആയി പോവും, ഛർദ്ദിക്കുക വരെ ചെയ്യും മനുഷ്യർ. അപ്പോൾ ആ ഒരു രീതിക്കുള്ള സൗണ്ട് ക്യാനണാണ് അവർ ഉപയോഗിച്ചതായിട്ട് പറഞ്ഞത്. അതും ഈ പറഞ്ഞ അഭിമുഖത്തിലുണ്ടായിരുന്നതാണ്. അതെ. അപ്പോൾ ഒരു സംശയം ചോദിച്ചാൽ, ഇപ്പോൾ ഈ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അന്ന് വന്ന കുറേ കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യക്കെതിരെ അമേരിക്ക ഇങ്ങനെ വല്ല നീക്കവും നടത്തും, അപ്പോൾ നരേന്ദ്രമോദിയെ ഇങ്ങനെ കൊണ്ടുപോകും, ഇനി അടുത്തത് നരേന്ദ്രമോദിയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള കമൻസുകൾ. അതായത് സ്വാഭാവികമായിട്ടും അത് ഇപ്പോൾ ഈ നമ്മൾ കുറേ നാളായല്ലോ ഇതിപ്പോൾ വരും, രാവിപ്പോൾ ക്ഷണമങ്ങുദിച്ചിടും ഉഷസ്സെങ്ങും പ്രകാശിച്ചിടും, ഇങ്ങനെയെങ്കിലും നരേന്ദ്രമോദി അത് ഒരു അളി, ഒരു വണ്ട് ഇതിൻ്റെ താമരയ്ക്കകത്തിരുന്ന് സ്വപ്നം കാണുന്നതാണ് ഈ ഇപ്പോൾ ക്ഷണമങ്ങുദിച്ചിടും എന്ന സാധനം. പക്ഷെ സംഭവിച്ചത് എന്തെന്നായിരുന്നു? എന്താ പറയുക, താമര പിടിച്ച് ചവിട്ടി കൂട്ടി നശിപ്പിച്ച് കളഞ്ഞിട്ട് ആനയുടെ വഴിക്ക് പോയി എന്ന് പറഞ്ഞ പോലെയാണ്. ഇതൊക്കെ ചുമ്മാ ഇരുന്ന് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമല്ലേ. ഇപ്പോൾ വരും നരേന്ദ്രമോദിയെ അമേരിക്ക പിടിച്ചുകൊണ്ട് പോകും, ഇന്ത്യയെ രാഹുൽ ഗാന്ധിയുടെ കയ്യിലോട്ട് കൊടുത്ത് രാഹുൽ ഗാന്ധി ഒന്ന് ഏറ്റെടുക്കണേ, വന്ന് ഇന്ത്യ ഏറ്റെടുക്കണേ എന്ന് പറഞ്ഞ് കൈ കൊടുത്തിട്ട് പോകും എന്നൊക്കെ പ്രതീക്ഷയല്ലേ. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നങ്ങളല്ലേ. അവരിങ്ങനെയെങ്കിലും സമാധാനിച്ചോട്ടെ വൈദ്യത്തെ.
നിങ്ങളിത് എന്തൊന്ന് ഈ നിങ്ങളിങ്ങനെ ക്രൂരനാകാൻ പാടില്ല. ഈ അമേരിക്കയുടെ ഇതിപ്പോൾ നമ്മൾ പണ്ടൊക്കെ കേട്ട പോലെ ഈ അന്തം വിട്ട ട്രംപ് എന്തും ചെയ്യുന്നുള്ള അവസ്ഥ എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുകയാണ്. ഇതിപ്പോൾ ഈ അമേരിക്കയുടെ ഉദ്ദേശം എന്താണ്? അല്ല, അന്തം വിട്ട ട്രംപ് എന്തും ചെയ്യും എന്ന് പറഞ്ഞാൽ സംഗതി സത്യമാണ്. ഇത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ കൃത്യമാണ്. കാരണം ഇപ്പോൾ നിലവിൽ 38 ട്രില്യനാണ് അമേരിക്കയുടെ കടം. ഈ വെനസ്വേല ഇപ്പം പിടിച്ചല്ലോ. ഇതുകൊണ്ട് പല കാര്യങ്ങളാണ് അമേരിക്ക ഒരേ സമയം ചെയ്തത്. ഒന്ന്, വെനസ്വേല കുറച്ച് സൾഫറുള്ള, കുറച്ച് സാധാരണ ഇതിനെക്കാട്ടിൽ ക്രൂഡ് ഓയിലിനെക്കാട്ടി കുറച്ചുകൂടെ കട്ടിയുള്ള, റിഫൈൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള, അതായത് ആ ക്രൂഡ് ഓയിലിൻ്റെ അകത്ത് ടാറിൻ്റെയും സൾഫറിൻ്റെയൊക്കെ അംശം കൂടുതലാണ്. അപ്പം അത് സാധാരണ നമ്മൾ ബാക്കിയുള്ള ഈ UAE അവിടെ നിന്നൊക്കെ കിട്ടുന്ന ക്രൂഡ് ഓയിലിനെ അത്രയും ഫ്രീ ഫ്ലോയിങ് അല്ല. ഈ അയർലൻഡിലെ പീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളിൻ്റെ ഒരു സാധനം കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഭയങ്കര കട്ടിയുള്ള ഒരു സാധനമാണ് ഈ വെനസ്വേലയിലെ ക്രൂഡ്. ശരിക്കും പറഞ്ഞാൽ ആ ക്രൂഡ് ശരിക്കും ചൈനയായിരുന്നു വെനസ്വേലയുടെ മെയിൻ ബയർ. ആ ചൈനയെ ഇപ്പോൾ അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കി. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ഇതേ ചൈനയെ ഇറാനിൽ നിന്ന് മറ്റേ ബോംബിട്ടിട്ട് ചൈന കൊണ്ടുപോകുന്ന ടാങ്കർ ഷിപ്പുകൾ വന്ന് ലോഡ് ചെയ്തുകൊണ്ടിരുന്ന തുറമുഖമാണ് അന്ന് അമേരിക്ക B2 ബോംബർ വെച്ച് നശിപ്പിച്ച് കളഞ്ഞത്. എന്നിട്ട് ട്രംപിൻ്റെ ഒരു ഇതോടെ ഉണ്ടായിരുന്നു, ചൈന ഇനി വന്ന് ഇറാനിൽ നിന്ന് എണ്ണ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു അയാളുടെ എന്തോ ട്രൂ സോഷ്യലോ അതിൻ്റെ അകത്ത് ഒരു വാചകവും കൂടെ ഉണ്ടായിരുന്നു. ഇതും ചൈനയെ ഉദ്ദേശിച്ച് തന്നെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചൈനയ്ക്കുള്ള എണ്ണ ലഭ്യത കുറച്ചുകൂടി കുറയും. ചൈനയ്ക്ക് ഇനിയും റഷ്യയിൽ നിന്ന് വേണമെങ്കിൽ എണ്ണ മേടിക്കാം. പക്ഷേ ബാക്കിയുള്ള ഒന്നുകിൽ മാർക്കറ്റിൽ പോയി മാർക്കറ്റ് പ്രൈസിന് മേടിക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ ഇറാനിൽ നിന്ന്, വെനസ്വേലയിൽ നിന്ന്, അങ്ങനെ അമേരിക്ക സാങ്ഷൻ ചെയ്ത കൺട്രികളിൽ നിന്ന് ഒതുക്കത്തിൽ എണ്ണ മേടിക്കുന്ന പരിപാടി ചൈനയ്ക്ക് അങ്ങ് ഇല്ലാതായി. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ 38 ട്രില്യൺ കടമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കടം മാറ്റിയെടുക്കാനായിട്ടുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? GDP കൂട്ടുക. അതായത് സ്വന്തം രാജ്യത്ത് പ്രൊഡക്ഷൻ കൂട്ടുക. അത് ആണല്ലോ ട്രംപ് കഴിഞ്ഞ കുറേ നാളായിട്ട് പറയുന്നത്. അധികാരത്തിൽ കയറിയ സമയം മുതൽ മാസങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണല്ലോ. എന്താ പറയുക, അമേരിക്കയിൽ പ്രൊഡക്ഷൻ കൂട്ടണമെന്ന്. അമേരിക്കയിൽ പ്രൊഡക്ഷൻ കൂട്ടാൻ വരുന്ന 2 സാധനങ്ങളേ ഉള്ളൂ. 1 ആയുധങ്ങൾ, 2 പെട്രോളിയം. ഇത് രണ്ടുമാണ് അമേരിക്കയിൽ ലീഡിംഗ് ആയിട്ടുള്ള സാധനം. ഈ 2 കമ്മോഡിറ്റീസുമാണ് അമേരിക്കയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറിപ്പോകുന്നത്. പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതലുള്ളതും കയറിപ്പോകുന്നു. ബാക്കിയുള്ളതൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വേണം റീ എക്സ്പോർട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള സംഗതികളേ ഉള്ളൂ. തീർച്ചയായിട്ടും അമേരിക്ക ഈ ക്രൂഡ് എടുത്ത് വിൽക്കും. അതുകൊണ്ട് ഈ ക്രൂഡ് എടുത്ത് റിഫൈൻ ചെയ്തിട്ട് പല പീസായിട്ട് പല രീതിക്ക് വിൽക്കും. നമ്മൾ നേരത്തെയും പറഞ്ഞൊരു കാര്യമുണ്ട്, ഭാരതത്തിന് ശരിക്കും പറഞ്ഞാൽ ക്രൂഡൊന്നും ഇല്ലാഞ്ഞിട്ടും ഇന്ന് ലോകത്തിലെ 2ാമത്തെ പെട്രോളിയം എക്സ്പോർട്ട് ചെയ്യുന്ന അതിൽ നിന്ന് വരുമാനം കിട്ടുന്ന രാജ്യമാണ് ഇന്ത്യ. മനസ്സിലായോ? നമ്മൾ ആകെപ്പാടെ ചെയ്ത് ഒരു സാധാരണ ചെയ്യിൽ നിന്ന് വ്യത്യാസമായിട്ട് ചെയ്തിരിക്കുന്നത് റഷ്യയിൽ നിന്ന് ഡിസ്കൗണ്ടിൽ കിട്ടിയ എത്രയോ എണ്ണ മേടിച്ചു റിഫൈൻ ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു സംഗതിയിൽ കൊണ്ട് മാത്രം നമുക്ക് ലോകത്ത് 2ാമത്തെ സ്ഥാനത്ത് എത്താൻ പറ്റിയെങ്കിൽ വെനസ്വേല പോലെ ലോകത്തിലെ ഏറ്റവും ടോപ്പ് ക്രൂഡ് ഉള്ള ഒരു രാജ്യത്തെ ആ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? മൂന്നാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെനസ്വേല ക്രൂഡ് കൊണ്ട് റിച്ചാണ്, തീർന്നില്ല. വെനസ്വേല ഗോൾഡ് കൊണ്ട് റിച്ചാണ്, അയൺ ഓർ കൊണ്ട് റിച്ചാണ്, അലൂമിനിയം അമേരിക്കയ്ക്ക് ഏറ്റവും വേണ്ട ഒരു സാധനമാണ്. ഓർക്കണ്ടോ, നമ്മൾ തന്നെ ഇവിടെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു, കൊക്കക്കോളയ്ക്ക് അലൂമിനിയത്തിന് ക്യാൻ നിറയ്ക്കാനായിട്ട് അലൂമിനിയം നല്ല പ്രൈസിന് ടാരിഫ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പ്രൈസിന് കിട്ടാതായിട്ട് കൊക്കക്കോള അമേരിക്കയ്ക്ക് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഓർക്കണ്ടോ? അലൂമിനിയം. മനസ്സിലായില്ലേ? പരസ്പര പൂരകമാവുകയാണ്. ഇതിന് താരിഫ് കൊടുക്കണ്ട. മനസ്സിലായില്ലേ? ഇതായിരുന്നു ഈ ഒരു 3 പോയിന്റുകൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ GDPയെ പരിപോഷിപ്പിക്കുന്ന 3 പോയിന്റുകളാണ്. അപ്പോൾ അത് ഈ യഥാർത്ഥത്തിൽ ഈ എന്താ പറയുക, പഴയ കാലത്തെ കൊള്ളയാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അല്ല, അമേരിക്ക എന്നും കൊള്ളയല്ലേ കാണിച്ചിരിക്കുന്നത്. അത് ശരിയാണ്. ഇറാഖിൽ, ലിബിയയിൽ, നേരത്തെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇറാഖിനെയും കൂടെ തമ്മി തല്ലിച്ചത്. അതെ, അമേരിക്ക എന്താണ് കൊള്ള കാണിക്കാത്തത്? അഫ്ഗാനിലും എന്താണ്? അഫ്ഗാനിൽ പിന്നെ കൊണ്ടുപോകാനായിട്ട് വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. കൈ തടഞ്ഞില്ല. സോവിയറ്റ് യൂണിയൻ അപ്പുറത്തേന് കുറെ കൊണ്ടുപോയി. അല്ല, കൈ തടഞ്ഞില്ല. തീർച്ചയായിട്ടും. പക്ഷേ സംഗതി അമേരിക്ക പണ്ട് മുതലേ കൊള്ളക്കാരൻ്റെ സ്വഭാവമാണ്. മറ്റേ ഹിന്ദിയിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ജിസ്കിലാട്ടി സ്കിബേസ്. ആർക്ക് കൈക്കരുത്തുണ്ടോ അവരുടെ എരുമ എന്ന് പറഞ്ഞ പോലെ കൈക്കരുത്തുകൊണ്ട് മാത്രമാണ് അമേരിക്ക ഈ നിൽക്കുന്നത്. തീർന്നില്ല. ഈ
കഴിഞ്ഞ കുറേ നാളായിട്ട് ചൈനയും ഇന്ത്യയും അവരുടെ കയ്യിലുള്ള അമേരിക്കൻ ട്രഷറി ബോണ്ട് മാക്സിമം വിറ്റ് പൊസിഷൻ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ബാക്കിയുള്ള രാജ്യങ്ങൾ മേടിക്കുന്നുണ്ട്. ഏകദേശം 1.5 ട്രില്യൺ അമേരിക്കയുടെ ഡിഫൻസ് ബഡ്ജറ്റ്. ഈ ഒരു വർഷം അമേരിക്ക അടക്കേണ്ട പലിശ മാത്രം 1.5 ട്രില്യണാണ്. 38 ട്രില്യൺ കടത്തിൻ്റെ പലിശ മാത്രം അമേരിക്കയ്ക്ക് ഈ ഒരു വർഷം 1.5 ട്രില്യൺ, അതായത് ഡിഫൻസ് ബഡ്ജറ്റിൻ്റെ അത്രയും തന്നെ അമേരിക്കയ്ക്ക് പലിശ അടയ്ക്കണം. അത് അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവർ ചിലവാക്കുന്നതിൽ കുറവാണ്. എഡ്യൂക്കേഷൻ അതിൽ കുറവാണ്. എഡ്യൂക്കേഷനെക്കാട്ടി ചിലവാക്കുന്നതിനെക്കാട്ടിൽ മുകളിലാണ് ഈ ഒരു 1.5 ട്രില്യൺ എന്ന് പറയുന്നത്. അവരുടെ ആരോഗ്യ മേഖലയിൽ അവർ ചിലവാക്കുന്നതിനെക്കാട്ടിൽ മുകളിലാണ് ഈ 1.5 ട്രില്യൺ പലിശ മാത്രം. ആ ഒരു അവസ്ഥയിലാണ് അമേരിക്ക നിൽക്കുന്നത്. അപ്പം പിന്നെ അമേരിക്കയ്ക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. ഡോളറിൻ്റെ ഡോളറൈസേഷൻ പല രാജ്യങ്ങളും ഇൻക്ലൂഡിങ് ഗ്ലോബൽ സൗത്ത്, ആഫ്രിക്ക ഉൾപ്പെടെ ഇന്ത്യയുടെ സഹായത്തോടെ ഡോളറൈസേഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. UPAയിലേക്ക് പോകുന്നവർ ഒരു കാര്യം വായത്ത് ഓർക്കേണ്ടതുണ്ട്. സ്വിഫ്റ്റ് എന്ന് പറയുന്ന അമേരിക്ക തുടങ്ങി വെച്ച ബാങ്ക് ട്രാൻസ്ഫർ സെറ്റപ്പ് ആയിരുന്നു. വായത്ത് സൗദിയിലുണ്ടായിരുന്നില്ല, സ്വിഫ്റ്റ് വഴി നാട്ടിലേക്ക് അയച്ചിട്ടുണ്ടല്ലോ. ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സൗദിയിലെ ബാങ്ക് അമേരിക്കൻ ഡോളർ വാങ്ങി അമേരിക്കൻ ബാങ്കിൻ്റെ ഇത് വെച്ച് കൺസെൻറ്റോട് കൂടിയിട്ടാണ് തിരിച്ച് ഇന്ത്യയിൽ വന്ന് അത് തിരിച്ച് ഡോളറിനെ രൂപയാക്കി മാറ്റി ഇത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുന്നത്. ആ ഒരു പരിപാടിക്കകത്ത് ഡോളറൈസേഷനാണ് അവിടെ നടക്കുന്നത്. സ്വിഫ്റ്റ് വഴി ഏത് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്താലും ഡോളറൈസേഷൻ, അല്ലെങ്കിൽ നമ്മൾ UPI വെച്ചിട്ട് ഇവിടുന്ന് അല്ലെങ്കിൽ എസ്ക്രോ അക്കൗണ്ട് വെച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ അത് ഡോളർ കൂട്ടിത്തൊടുന്നില്ല. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് പെട്രോ ഡോളർ, എവിടെ പെട്രോളിയം ക്രയവിക്രയം നടന്നാലും അത് ഡോളറിൽ വേണമെന്നുള്ളതാണ് അമേരിക്ക ഉണ്ടാക്കിയ നിയമം. അത് അമേരിക്ക ആദ്യം സൗദിയിൽ നിന്ന് പെട്രോൾ മേടിക്കുന്ന കാലത്ത് ഉണ്ടാക്കുന്ന നിയമമാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് പെട്രോൾ വരികയും ബാക്കിയുള്ള രാജ്യങ്ങൾ പെട്രോൾ മേടിക്കുകയൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ അമേരിക്ക ഉണ്ടാക്കിയ വേറൊരു നിയമമാണ് ഈ സ്വിഫ്റ്റ്. ഈ സ്വിഫ്റ്റിൻ്റെ അകത്തു നിന്നാണ് റഷ്യ എടുത്ത് പുറത്ത് കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഒരു രാജ്യങ്ങൾക്കും റഷ്യയുമായിട്ട് യാതൊരുവിധ കച്ചവടം ചെയ്യാൻ പറ്റാതെ. ഞാൻ പറയട്ടെ, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ റഷ്യയിൽ ഒരു ആളെ നമ്മൾ ഒരു ദിവസത്തെ കൂലിക്ക് നമ്മൾ ഒരു പണി ചെയ്യാനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുക്കാൻ നിവൃത്തിയില്ല. മനസ്സിലായോ? ആ ഒരു സ്വിഫ്റ്റിൽ നിന്ന് പുറത്തായതുകൊണ്ട് കാരണം നമുക്ക് യാതൊരു രീതിക്ക് അയാൾക്ക് പൈസ എത്തിക്കാനായിട്ട് മാർഗമില്ല. റഷ്യ സ്വിഫ്റ്റിൽ നിന്ന് പുറത്തായതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഞാൻ പ്രാക്ടിക്കലി ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നമാണിത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രം നമുക്ക് പണി നടക്കാതെ പോയിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ പറഞ്ഞിരിക്കുന്ന റഷ്യയിലെ ലൊക്കേഷനിൽ നമ്മൾ ഒന്നൊരു സാധനം ചെയ്യാൻ പോകുന്നില്ല. കാരണം നമുക്ക് ഒരാളെ വിളിച്ചാൽ പോലും പൈസ കൊടുക്കാനുള്ള വഴിയില്ല. ആ ഒരു പ്രശ്നം കൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഇത് എൻ്റെ ഒരു കമ്പനി. ഇതുപോലെ കോടിക്കണക്കിന് കമ്പനികളിൽ റഷ്യയിൽ ഒരു കാര്യം ചെയ്യിക്കാനായിട്ട് നോക്കുന്നു, അവർക്കൊന്നും പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അവിടെയാണ് അമേരിക്കയുടെ ഒരു മേൽക്കൈ വന്നത്. അതിനെ മാറ്റാനായിട്ടാണ് ഇന്ത്യ എസ്ക്രോ അക്കൗണ്ട് തുറക്കാനായിട്ട് പറഞ്ഞത്. നമ്മളൊരു എസ്ക്രോ അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ ആ ഒരു എസ്ക്രോ അക്കൗണ്ടിൽ കൂടെ റഷ്യയിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം, UPI വഴി ട്രാൻസ്ഫർ ചെയ്യാം എന്നൊക്കെയുള്ള അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയത്. അത് നമ്മൾ യൂസ് ചെയ്ത് ഇന്റർനാഷണൽ ബാങ്ക് ഓഫ് സെറ്റിൽമെൻറ്റ്സ് ബാസൽ വഴിയാണ് നമ്മൾ ഈ പേയ്മെൻറ്റിൻ്റെ സെറ്റിൽമെൻറ്റ് നടത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചത്. അത് അമേരിക്ക അല്ല, അത് ഒരു തരത്തിൽ പറഞ്ഞ ഡോളറൈസേഷൻ ആണ്. അത് ഒബ്വിയസ്ലി അമേരിക്ക എന്നും ചൊടിപ്പിക്കുമല്ലോ. ഡോളറൈസേഷൻ ഒരിക്കലും അമേരിക്ക സഹിക്കില്ലല്ലോ. സഹിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ഡോളറും പോവും, അമേരിക്കയുടെ അപ്രമാദിത്വവും പോവും, അമേരിക്ക അടിഞ്ഞ് താഴെ പോവുകയും ചെയ്യും. ഒന്നാമത് ഇത്രയും കടം, പിന്നെ ഇത് ഗോൾഡിൻ്റെ ബാക്കിംഗ് ഇല്ലാതെ, അതായത് മെറ്റൽ ബാക്കിംഗ് ഇല്ലാത്ത ഒരു കറൻസിയാണ് ഡോളർ. ആകെപ്പാടെ ഈ സ്വിഫ്റ്റും പെട്രോ ഡോളറും ഒക്കെ വെച്ചിട്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അവരുടെ എക്കണമി പിടിച്ചു നിൽക്കുന്നതിൻ്റെ അതിനൊരു മേൽക്കൈ നിൽക്കുന്നതിൻ്റെ കാരണം ഇത് രണ്ടുമാണ്. അത് മേൽക്കൈ പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ അവർ. പിന്നെ സർവ്വസാധനം കയറി മേത്ത് കയറി എന്തൊക്കെ ചെയ്യുന്നത് അറിയാം. ഇപ്പോൾ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡയലോഗുകൾ വിടുന്നുണ്ട്. അതായത് മോദി എങ്ങനെയെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് മോദി എന്നെ സന്തോഷിപ്പിക്കണം, അതായത് സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞാൽ മറ്റേ ഈ വിഷയത്തിൽ, അതായത് റഷ്യയിൽ നിന്ന് ഇത് വാങ്ങുന്ന കാര്യത്തിൽ, ക്രൂഡ് ഓയിൽ വാങ്ങുന്ന കാര്യത്തിൽ. അപ്പോൾ ഇതൊക്കെ ഇയാൾ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡയലോഗുകൾ വിടുന്നുണ്ട്. അങ്ങനെ ഓരോ സംഗതികൾ വരുന്നു. പക്ഷേ നമ്മൾ പ്രതികരിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഈ BJPയിൽ നിന്ന് അതല്ലാതെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിന്നൊക്കെ മോദിയെ കണ്ട ആൾക്കാരുമായിട്ടുള്ള അഭിമുഖങ്ങളിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടല്ലോ. മോദി അങ്ങനെ ചെയ്തു, മോദി ഇങ്ങനെ ചെയ്തു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നരേന്ദ്രദാസ് മോദി എന്ന് പറയുന്നയാൾ നമ്മുടെ പ്രധാനമന്ത്രി
ഹീസ് എൻ എക്സലൻറ്റ് ജഡ്ജ് ഓഫ് ക്യാരക്ടർ. അന്ന് മറ്റേ കാനഡയിൽ നിന്ന് G7 മോദി സ്പെഷ്യൽ ഇൻവിറ്റേഷനോട് പോയിട്ട് പോവുകയും അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും വാഷിങ്ടണിലൊന്ന് ഇറങ്ങണം എന്ന് പറയുന്നിടത്തു നിന്നാണ് ഈ അലമ്പ് തുടങ്ങുന്നത്. അന്ന് മുനീർ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മോദി ആ വഴിക്ക് പോകാഞ്ഞത്. അസിം മുനീർ, പാകിസ്ഥാൻ്റെ സർവ്വ സൈന്യാധിപൻ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. അങ്ങനെ ഇപ്പം എന്താ അങ്ങനെ വിളിക്കുന്നതെന്ന് അറിയാൻ പാടില്ലതുകൊണ്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നു. സോറി, അപ്ഡേറ്റഡ് അല്ല, അതുകൊണ്ട്. അപ്പോൾ എന്താണെങ്കിലും ശരി, അന്നാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. ബട്ട് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഓഫ് നരേന്ദ്ര ദാമോദാസ് മോഡി ഈസ് ദാറ്റ് ഹീസ് എൻ എക്സലൻറ്റ് ജഡ്ജ് ഓഫ് ക്യാരക്ടർ. അങ്ങേർക്ക് ട്രംപിൻ്റെ ഈ ഒരു സ്വഭാവം എന്താണെന്ന് മനസ്സിലാവുകയും ഇനി ഇങ്ങേരോട് ഒത്തിരി വർത്തമാനം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇനി ഇങ്ങേരുടെ കൂടെ പൊതുപരിപാടിയിൽ കാണപ്പെട്ടാൽ അവനവൻ്റെ മാനം കപ്പൽ കയറുമെന്നുള്ള ബോധ്യം അങ്ങേർക്ക് വന്നു കഴിയുമ്പോഴത്തേക്കാണ് അങ്ങേര് ഈ പരിപാടി നിർത്തിയത്. പ്ലസ് ഇപ്പോൾ ലുട്നിക്ക്, അദ്ദേഹം കൊമേഴ്ഷ്യൽ സെക്രട്ടറി, അങ്ങനെയായിരുന്നു പറഞ്ഞത്, ഞാനായിട്ടൊരു ഡീലൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് നരേന്ദ്രമോദി ട്രംപിനെ വിളിക്കണമായിരുന്നു, മോദി ട്രംപിനെ വിളിച്ചില്ല, അതുകൊണ്ട് ആ ഡീല് നടന്നില്ല എന്ന്. ഏത് അമേരിക്കക്കാരനുണ്ടാക്കിയ ഡീല് ഫൈനലൈസ് ചെയ്യാൻ മോദി വിളിക്കണം. ആ ഡീലിൽ സ്പെസിഫിക്സ് എന്താണെന്നൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. മിക്കവാറും അതിനകത്ത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, കാർഷിക മേഖലയൊക്കെ തുറന്നു കൊടുക്കുന്ന ഇതൊക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത്. അത് ആ പറ്റിപ്പിനെ ചുമ്മാട് കിട്ടാനായിട്ട് നരേന്ദ്രമോദി വിളിക്കുമോ? ഒന്നാമത് ഈ ട്രംപിൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്നുള്ളത് മോദിക്കറിയാം. പ്ലസ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി വിളിക്കുകയും വേണം. ഞാനും കേട്ടതാണ്, എന്താ പറയുക, അമേരിക്കയായിട്ടുള്ള ഡീല് ഫൈനലൈസ്ഡ് ആണ് സമ്മർ അറൗണ്ട് സെപ്റ്റംബറോ ഒക്ടോബറിൻ്റെ ആദ്യത്തെ ആ സമയത്തോ കേട്ടതാണ്. ഏകദേശം ഒന്ന് ഫൈനലായിട്ടുണ്ട്, ഇപ്പം ശരിയാവും. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പം ഒന്നും ശരിയാകാത്തപ്പോൾ തോന്നി എന്തോ അലമ്പുണ്ടായിട്ടുണ്ട്. സോ ഇറ്റ് ഹാപ്പൻഡ്. മോദി ചെയ്യാനും വിളിച്ചില്ല. നമ്മുടെ ഈ പറഞ്ഞ നമ്മൾ നേരത്തെയും വിത്ത് ഡീറ്റെയിൽസ് പറഞ്ഞാണ്, അമേരിക്കൻ ലോബീസത്തിന് വേണ്ടി ചിലവാക്കുന്ന പൈസ ഉൾപ്പെടെ പറഞ്ഞാണ്. പോൾട്രി, പാല്, മുട്ട, ഇറച്ചി, ഈ സാധനങ്ങളെല്ലാം ഇന്ത്യയിലോട്ട് കയറ്റി അയക്കാനായിട്ട് ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കണം. അതേതായാലും ചെയ്യില്ലെന്ന് മാത്രമല്ല, ചെയ്തു കഴിഞ്ഞാൽ മോദിയുടെ പോപ്പുലാരിറ്റി കുറയും. ഇപ്പോൾ ഈ വിവാദം അറ്റ്ലീസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ലുട്നിക്ക് ചെയ്തിരിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ മോദി വിളിക്കാത്തതുകൊണ്ട് ഡീല് നടന്നില്ല എന്നുള്ളതാണ്. ഇതും പൊക്കി പിടിച്ചുകൊണ്ട് വരാനായിട്ട് ആരെങ്കിലുമൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് തന്നെ ഇറക്കി വിട്ടൊരു ഡയലോഗുമാണത്. പക്ഷെ അത് മോദിക്ക് പോസിറ്റീവായിട്ടാണ് വന്നത്. കാര്യം മോദി വിളിച്ചില്ല. അതെ, മോദി സൗകര്യമില്ലായിരുന്നു, അത്ര. അല്ല, പിന്നെ ഇതിനൊക്കെ പിന്നെ എന്തോന്ന് പറയാനാ? ഇവന്മാരൊരു ഡീൽ അങ്ങ് തീരുമാനിക്കും, അത് ഫൈനലൈസ് ചെയ്യാൻ മോദി വിളിക്കണം. ശരി. അപ്പോൾ ഈ അമേരിക്കയെ പോലൊരു വൻ സൈനിക ശക്തി, നമ്മൾ എന്ത് പറഞ്ഞാലും ശരി, അമേരിക്ക ഒരു ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി തന്നെയാണ്. എന്തൊക്കെ തീർച്ചയായിട്ടും അതിന് മാത്രം കാശുണ്ട്, അതിന് മാത്രം ആ സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ അതിപ്പോൾ നേവി ആയിക്കോട്ടെ, എല്ലാ സംവിധാനത്തിലും അമേരിക്ക, ചൈന ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ അടുത്തെത്തില്ല, യാതൊരു സംശയമില്ല. സൈനിക ശക്തി അല്ല, ചൈനയുടെ ഡിഫൻസ് ബഡ്ജറ്റ് അമേരിക്കയുടെ അത്ര ഇല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചൈന അതിന് മാത്രം കണ്ടുപിടുത്തങ്ങൾ ഈ ഒരു മേഖലയിൽ ചെയ്യുന്നുണ്ടോ സംശയമാണ്. മേ ബി മറ്റു പലരും ഒരു ഐഡിയ, ഇപ്പോൾ സോണിക് ബ്ലാസ്റ്റർ അല്ലെങ്കിൽ സൗണ്ട് ക്യാനൺ എന്ന് പറയുന്ന ഈ സാധനം ഇനി ചിലപ്പോൾ ചൈനയുടെ കയ്യിലുണ്ടാവുമായിരിക്കും. നമ്മൾ മറ്റേ ലേസർ വെച്ചിട്ട് ഡ്രോണിനെ അടിച്ചു കളയുന്ന ലേസർ ഓൾറെഡി അമേരിക്കയുടെ കയ്യിലുള്ള സാധനമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളത് സ്വന്തമായിട്ടുണ്ടാക്കി. അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ടെക്നോളജി ഒന്നും മേടിക്കാനൊന്നും നിന്നില്ല, നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കി. സോ ബി ഇറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇത്രയും വലിയൊരു സൈനിക ശക്തി, ഒരു കാലത്ത് ഈ സൈനിക ശക്തി അമേരിക്ക ഉണ്ട്, അത് നമുക്ക് എതിരായി നിന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് പക്ഷേ നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. അന്നത്തെ അത് നമുക്ക് സപ്പോർട്ടെന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നത്തിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ, അത് ആദ്യം മുതലെയുള്ള സോവിയറ്റ് യൂണിയനായിട്ടുള്ള ബന്ധം കൊണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇപ്പോൾ അമേരിക്ക മാത്രമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു വരുമ്പോൾ ഒരു ലോകശക്തിയായിട്ട്. അമേരിക്ക ഇപ്പോഴും നമുക്കെതിരാണ്, ഇപ്പോഴും എതിരാണ്. പക്ഷേ ഇപ്പോൾ സഹായമോ അങ്ങനെ ഒരു പിന്തുണയോ ഒന്നുമില്ല. ഇപ്പോൾ റഷ്യ ഉണ്ട് എന്നുള്ളത് ശരി, പക്ഷേ ചൈനയുമായിട്ട് ഒരു ബന്ധം ഒരു പരിധിക്കപ്പുറം പോയിട്ടുമില്ല. എന്നിട്ടും ഇന്ത്യക്ക് എങ്ങനെയാണ് ഇത്ര കരുത്തോടെ നിൽക്കാൻ സാധിക്കുന്നത്? ഭാരതം കച്ചവടം ചെയ്ത് സമ്പന്നയായി, 1. 2, ഭാരതം സംഘടനയിലൂടെ ശക്തി പ്രാപിച്ചു, ഒരുമിച്ച് നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ജനങ്ങൾ ഡിവൈഡഡ് അല്ല, ജനങ്ങൾ കുറേയും കൂടി ഏകതയോട് പോയിട്ട് ഒരു ഭരണാധികാരിയുടെ കീഴിൽ അണിനിരക്കുന്നുണ്ട്. 3 പ്രാവശ്യമൊക്കെ
എന്താ പറയുക, കുറച്ച് നാളോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡും സ്റ്റെബിലിറ്റി ഉള്ള സർക്കാർ അല്ലേ, സ്റ്റെബിലിറ്റിയുള്ള സർക്കാർ. അത് വെറുതെ കിട്ടുന്നതല്ല, അത് ജനങ്ങൾ തന്നെ കൊടുക്കേണ്ട സംഗതിയാണ്. ആ ജനങ്ങൾ അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കിടയിൽ ആ ഒരു വികാരമുണ്ടെങ്കിലേ ഉള്ളൂ, ആ ഒരു പൊതുബോധം അതുപോലെ നരേന്ദ്രമോദിക്ക് പിന്നിൽ അണിനിരന്നാലേ ഇത് മാറുള്ളൂ. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ബ്രാഹ്മണ്യമൊന്നും അതൊന്നും ഇതൊന്നും എന്തൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണിത്. മനസ്സിലായോ? നടക്കുന്നില്ല എന്നുള്ള തെളിവാണിത്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ഇങ്ങനെ, കാരണം ജനങ്ങൾ കൂടെ ഉണ്ട് എന്ന ഒരു തിരിച്ചറിവ് കൊടുക്കുന്ന എന്താ പറയുക ആത്മവിശ്വാസം ചെറുതല്ല ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം. ആ ജനങ്ങൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ കൂടെ ഭരണാധികാരി ഉണ്ട് എന്ന വിചാരം തന്നെയാണ് ജനങ്ങൾക്ക് അങ്ങനെ അണിനിരന്ന് കൂടെ നിൽക്കാനായിട്ട് പറ്റുന്നത്. ഇതൊരു പരസ്പര പൂരകമായിട്ടുള്ള ഒരു വിശ്വാസമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു വിശ്വാസമാണ്. അതായത് ഒരു ജനാധിപത്യത്തിന്റെ ഒരു ശക്തി, അതാണ് തീർച്ചയായിട്ടും എപ്പോഴും ഒരു കവചമായിട്ട് നിലനിൽക്കുന്നത്. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി, ഭാരതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം. അത് ഈ പറഞ്ഞ പോലെ ഏറ്റവും ന്യൂട്രലായി നിന്ന് തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ നമുക്കുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അത് ഏറ്റവും ന്യൂട്രലായിട്ട് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്, യാതൊരു സംശയമില്ല. അതിൻ്റെ അതൊരു ഭരണാധികാരിയുടെയും കൈകടത്തലില്ല. അതൊരു ഭരണഘടനാ സംഘടനയാണത്. ആ തെരഞ്ഞെടുപ്പ് ന്യൂട്രലായിട്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പ് ഇത്ര നാളും ഒരു 10-25 വർഷം മുന്നേയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ് ബൂത്ത് ക്യാപ്ചറിങ് എന്നുള്ളത്. ഇപ്പോൾ കേൾക്കുന്നില്ല, പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോയാലേ ബൂത്ത് ക്യാപ്ചറിങ് ഒക്കെ പറ്റൂ. അതിനല്ലേ ഈ ഇലക്ഷൻ മറ്റേ ഈ എന്താ വോട്ടിംഗ് മെഷീനൊക്കെ EVM ചീത്ത വിളിക്കുന്നതും കുറ്റം പറയുന്നതും അതിനല്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോകണമെന്നാണ്. അപ്പം എൻ്റെ ഒരു അമേരിക്കയിലുള്ളൊരു സുഹൃത്തുണ്ട്, പുള്ളി പറയുന്ന ബാലറ്റ് പേപ്പറാണ് ഏറ്റവും സേഫ് എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, നേരത്തെ ഈ ബൂത്ത് ക്യാപ്ചറിങ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു, ഇപ്പം അമേരിക്കയൊക്കെ ബാലറ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. ഞാൻ ആയിക്കോട്ടെ, അമേരിക്കയിൽ ബൂത്ത് ക്യാപ്ചറിങ് നടക്കുന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ അമേരിക്ക പോലെ അല്ലല്ലോ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ്. അമേരിക്ക എവിടെ നിൽക്കുന്നു, ഇന്ത്യ എവിടെ നിൽക്കുന്നു. അല്ല, അമേരിക്ക തെരഞ്ഞെടുപ്പിന്റെ പ്രോസസ്സ് തന്നെ വ്യത്യാസമാണ്, വേറെ കാര്യം. പുള്ളി ജനങ്ങൾ, പിന്നെ ജനങ്ങളും വളരെ ജനസംഖ്യ കുറവാണ് അമേരിക്കയില്. ഇന്ത്യയിലാണ് അതാണ് ജനസംഖ്യ കൊണ്ടാണെങ്കിൽ ശരി, വലിപ്പം കൊണ്ടാണെങ്കിൽ ശരി, ഏറ്റവും വലിയ ജനാധിപത്യം ഭാരതം തന്നെയാണ്, സംശയമൊന്നുമില്ല. ഏറ്റവും ന്യൂട്രലായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലവും ഭാരതമാണ്. ഉണ്ടായിരുന്നു ബൂത്ത് ക്യാപ്ചറിങ്ങും ബാക്കിയുള്ള പല ഒരു 10-20 കൊല്ലം മുന്നേ ഒക്കെ. അപ്പം അതും നടക്കില്ല. കാരണം ആ EVM സെറ്റപ്പ് അതാണ്. ആ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ തീരുമാനിച്ചാൽ EVM അകത്ത് അങ്ങനെ ഒരു എന്താണ് ഉടായ്പ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ വേറൊരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ലോക രാഷ്ട്രങ്ങളെ അല്ലെങ്കിൽ അവരെത്ര ശക്തിയുള്ളവരായാലും അവർക്ക് നേരെ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശക്തി കൊണ്ട്. തീർച്ചയായിട്ടും മോദിയുടെ ജനപിന്തുണ. ഞാൻ ചോദിക്കട്ടെ, വായുത ഉണ്ടല്ലോ പണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള ക്യാമറൂണും നരേന്ദ്രമോദിയും കൂടെ ഒരു സ്റ്റേഡിയത്തിൽ, വെമ്പിളിയാണെന്ന് എനിക്ക് തോന്നുന്നത്, വെമ്പിളിയിൽ പോയി നിന്നിട്ട് ആ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അവിടെ നിന്ന് വേർക്കാണ്. അങ്ങേരെ സംബന്ധിച്ചിടത്തോളം അങ്ങേരെ അത്രയും വലിയ ജനത്തെ അതുവരെ അഭിസംബോധന ചെയ്തിട്ടില്ല. സ്റ്റേജ് ഫ്രൈറ്റ്, സഭാകമ്പം കൊണ്ട് അയാൾ അവിടെ നിന്ന്, ഈ വീഡിയോ എപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ടല്ലോ, സഭാകമ്പം കൊണ്ട് അയാൾ അവിടെ നിന്ന് വേർക്കാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അങ്ങേരുടെ നാട്ടിലാ മോദി ചെന്നിട്ട് ഒരു സ്റ്റേഡിയത്തിൽ ഇന്ത്യക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ നിപ്പ് വെട്ടി വേർക്കാണ് ശരിക്കും പറഞ്ഞാൽ. നോക്കിയാൽ മതി. അത് ഇത്രയും വലിയ ജനക്കൂട്ടത്തെ അഡ്രസ്സ് ചെയ്ത് അങ്ങേർക്ക് പരിചയമില്ല. അതാണ് അവിടുത്തെ ഇലക്ടോറൽ പ്രോസസ്സ്. ഈ അമേരിക്കയിലെ ഇലക്ടോറൽ പ്രോസസ്സിൽ ഒരു വോട്ടെടുപ്പിൻ്റെ അകത്ത് എത്ര ശതമാനം പേരാണ് വോട്ട് ചെയ്യുന്നത്? 30, മാക്സിമം 40, 50% കഴിയില്ല അവിടെ. 50% പേര് അവിടെ. അമേരിക്കയിൽ ഇന്ത്യയെക്കാട്ടി ജനസംഖ്യ കുറവാണ്. അവിടുത്തെ വോട്ട് ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും നോക്കിക്കോ, 50% മേലെ പോയി വോട്ട് ചെയ്യില്ല. ഏറ്റവും വലിയ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പിലായിരുന്നു ട്രംപും കമല ഹാരിസും കൂടി ഉണ്ടായിരുന്നു. എത്രയായിരുന്നു വോട്ട് ശതമാനം? ഭാരതത്തിലാണെങ്കിലോ 65 മേളിൽ പോകും. പിന്നെ ആവറേജ് ആണ് 65 മേളിൽ പോകുന്നത്. 140 കോടിയുടെ 140 കോടിയിലെ വോട്ടർമാരിൽ വോട്ട് പ്രായം 18 വയസ്സ് തികഞ്ഞ വോട്ടർമാരിൽ 65%. ഇവർക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത നമ്പറാണിത്. ചൈനയിലാണെങ്കിൽ പിന്നെ ഇതിൽ കൂടുതൽ ജനസംഖ്യ ഉണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ അത് ചെറിയ കാര്യമില്ലല്ലോ. അവിടെ ആൾക്കാർ പോയി വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആൾക്കാർ എന്താണ് വോട്ട് ചെയ്യേണ്ടതെന്ന് അവർ മുകളിൽ മറ്റേ പ്ലീനം കൂടി തീരുമാനിച്ചോളും.
ഓക്കെ, എന്തായാലും നമ്മൾ ഓരോ പ്രാവശ്യം ചർച്ച ചെയ്യുമ്പോഴും ലോകം പുതിയ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഓരോ പ്രാവശ്യം. അത് പക്ഷെ സാധാരണ ഉള്ളതുപോലെ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കുറച്ച് സംഘർഷാത്മകമായി കൂടുതൽ. ഒരു പുഴയിൽ ഒരു പ്രാവശ്യം കുളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുകുന്ന അതെന്ന് വെച്ചാൽ ചെറുതായിട്ടല്ല. അതായത് നേരത്തെയൊക്കെ വെച്ചാൽ നമുക്കൊരു സ്റ്റാഗ്നൻ ഉണ്ടായിരുന്നു ലോകക്രമത്തിന്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല. അടിക്കടി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക, അടിക്കടി പ്രശ്നങ്ങൾ, സംഘർഷങ്ങളൊക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും സംഘർഷം കൂടാനേ പോകുന്നുള്ളൂ. അമേരിക്ക പോയിട്ട് റഷ്യയെ ഒന്ന് ചൊറിഞ്ഞിട്ടുണ്ട്. ഓയിൽ ടാങ്കർ പിടിച്ചെടുത്തിട്ട് എന്താണെങ്കിലും സംഘർഷങ്ങൾ ഇനിയും കൂടാനേ പോകുന്നുള്ളൂ. കാരണം അമേരിക്ക ഇതിനെ നാറ്റോ വേഴ്സസ് ബ്രിക്സ് എന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാനായിട്ടാണ് അമേരിക്ക ശരിക്കും പറഞ്ഞാൽ നോക്കുന്നത്. കാരണം ബ്രിക്സ് ആണ് ഡീഡോളറൈസേഷൻ ഇപ്പോൾ ലോകത്തിലേറ്റവും മുമ്പിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സംഘർഷത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ തന്നെയാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിയുമ്പോൾ നേരത്തെ ഭാരതത്തെ അമേരിക്കയോട് അടുപ്പിക്കാനായിട്ട് ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ ബ്രിക്സിൻ്റെ അകത്ത് പോയി നമ്മൾ ചേരാതിരിക്കാനായിട്ടായിരുന്നു. അന്നത്തെ കാലത്ത് നമ്മളെ കുറച്ചുകൂടി ഒന്ന് പ്രീണിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചതും എന്ത് വേണേ തരാം എന്നൊക്കെ പറഞ്ഞതും എന്നൊക്കെയാണ് ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ട്രംപിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് നമ്മൾ ബ്രിക്സിൽ തന്നെ എത്തി. യാതൊരു സംശയമില്ല, നാറ്റോ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് വലിയൊരു അലയാകാനായിട്ട് നമുക്ക് താല്പര്യമില്ല. പാകിസ്ഥാനെ പോലെ അമേരിക്ക പറയുന്ന എന്താണ് താളത്തിന് തുള്ളാനായിട്ട് നമുക്ക് സൗകര്യമില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു സംശയവും വേണ്ട, നമ്മൾ അമേരിക്കയുടെ എതിർചേരിയിൽ തന്നെയാണ്. ഈ ഉപദ്രവം ഇനിയും കൂടും. ഇപ്പോൾ 500% ടാക്സ് അവരെ താരിഫ് അടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ ഓൾറെഡി 50% താരിഫ് അടിച്ച സാധനത്തിനല്ലേ 500% താരിഫ് അടിക്കാൻ പോകുന്നത്. വാട്ട് ഡിഫറൻസ് ഡസ് ഇറ്റ് മേക്ക്? നമ്മൾ എൻ്റെ ചെമ്മീനും തുണിയൊക്കെ നമ്മൾ ബാക്കിയുള്ള മാർക്കറ്റുകളിലേക്ക് കയറ്റി വിടാനായിട്ട് വഴി തിരിച്ചു വിടാനായിട്ട് നമ്മൾ ഡൈവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് 500% അടിച്ചാൽ നമുക്ക് എന്തോ വ്യത്യാസം വരാനാണ്? നമുക്കൊന്നും വരാൻ പോകുന്നില്ല. ബാക്കി ഈ ഫാർമ ഉൾപ്പെടെയുള്ള അവർക്ക് അമേരിക്കക്കാർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അവർ എക്സെപ്ഷൻസ് അകത്ത് കൊണ്ടിട്ടുണ്ട്. ആ എക്സെപ്ഷൻസ് ഏതായാലും മാറുന്നുമില്ല. ബാക്കി പിന്നെ സൗകര്യം പോലെ എന്താ ചെയ്തോട്ടെ, അത് നമ്മൾ വിളിക്കാൻ പോകുന്നില്ല. ഉറപ്പാണ് മോദിജി ഇതിൻ്റെ പേരിൽ 500% ആക്കിയെന്ന് പറഞ്ഞാലും ശരി, മോദിജി വിളിക്കാൻ പോകുന്നില്ല ട്രംപിനെ. സംശയമൊന്നും വേണ്ട.